ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമേഷ് തീരുമാനിക്കാനാണ് ഇവിടെ ഇനി നമ്മുടെ കൂടെ നിധി ഉണ്ടാകുന്നത് ശരിയല്ല, അത് അവരുടെ ഭാവിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്ക് നിധിയുടെ അടുത്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്നിങ്ങനെ പറയട്ടെ രാത്രി തന്നെ. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുമേഷിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, അത് വേറൊന്നുമല്ല, നമ്മളെ കൂടെ ഇങ്ങനെ ഈ 5 ആണുങ്ങളിടയിൽ കൂടെ അവൾ ഒരാളാകുമ്പോഴത്തേക്കും പലരും പലതും പറയും. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഓരോരുത്തന്മാർ പറയാനായിട്ടില്ലേ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നിധിയെ എങ്ങനെ ഇവിടുന്ന് മാറ്റാം, അല്ലെങ്കിൽ വേണ്ട നമുക്കിവിടുന്ന് മാറാം, നിധിയും ഇവിടെ നിന്നോട്ടെ. അതെങ്ങനെ ഏട്ടത്തി ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അതല്ലെന്നേ, ഇവിടെ ഇപ്പോൾ സുധീഷ് ഉണ്ടല്ലോ, സുധീഷും നിധിയും ഇവിടെ താമസിച്ചോട്ടെ. അച്ഛനുൾപ്പെടെ ബാക്കി നമുക്ക് 3 പേർക്കും വേറെ വീടെടുത്ത് മാറാം, ഇതിനടുത്ത് എവിടെയെങ്കിലും തന്നെ മാറാം, അതല്ലേ നല്ലത്. അപ്പോൾ ആൾക്കാരിങ്ങനെ മോശം പറയില്ലല്ലോ. അതും കേട്ടും കൊണ്ട് സുധീഷ് ചാടി എണീക്കുക കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളിവിടെ തീരുമാനിച്ച് വച്ചേക്കണേ? എടാ കൊച്ചു കള്ള, നീ ഇതൊക്കെ കേട്ടോണ്ട് കിടക്കല്ലേ, നീ ഉറങ്ങിയെന്നാ ഞങ്ങൾ വിചാരിച്ചേ എന്ന് ഹരീഷ് പറയാട്ടോ. അതിന് നിങ്ങൾ പറയുന്നതേ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടില്ലല്ലോ, തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ അടുത്തിരുന്നല്ലേ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എണീറ്റേ ഉള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കില്ല സുമേഷ് ഏട്ടാ. അതെന്താടാ? കൊള്ളാം, അവളിവിടെ നിൽക്കുന്നത് തന്നെ നിങ്ങളൊക്കെ ഓർത്തിട്ടാ, അല്ലാണ്ട് എന്നെ ഓർത്തിട്ടല്ല. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് എനിക്ക് കൂട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഞാനും അവളും കൂടെ ഇവിടെ ഒരുമിച്ച് പറ്റുന്ന കാര്യമാണോ? ആലോചിച്ച് നോക്കിക്കെന്ന് പറയാട്ടോ. അല്ല, അത് എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓരോരുത്തരും ഓരോന്ന് പറയുന്ന കേട്ടില്ലേ, പലരും പലതും പറയും. പക്ഷേ ഇതൊക്കെ കേട്ടും കൊണ്ടേ നിധി എടുത്ത് ചെന്നാലേ അവൾ ഓടിച്ചു വിടും, പ്രത്യേകിച്ച് അവൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ സംസാരിച്ച് നോക്ക്, വെറുതെ നാണം കിടല്ലേ സുമേഷ് ഏട്ടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ, ഞാൻ സംസാരിച്ചോളാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധി പോകാനിറങ്ങുന്ന സമയത്ത് സുമേഷ് ചെന്ന് കാര്യം പറയാനുണ്ട്. മോളെ, എനിക്ക് കാര്യം പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. എന്താ ഏട്ടാ പറഞ്ഞു സുമേഷ് ഏട്ടാ എന്ന് പറയാട്ടോ. മോളെ, വേറൊന്നുമല്ല, ഇപ്പം തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് കഴിയുന്നത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോന്നും പറയുന്നതേ. അപ്പോൾ ഞങ്ങളൊന്ന് തീരുമാനിച്ചു, എന്ത്, ഞാനും ഹരീഷും നികേഷും അച്ഛനും കൂടെ ഇവിടുന്ന് മാറി താമസിക്കാം. മോള് ഇവിടെ താമസിച്ചോ, പിന്നെ കൂട്ടിന് സുധീഷ് ഉണ്ടല്ലോ, അതാകുമ്പോൾ ആരും പരാതി പറയില്ലല്ലോ. എൻ്റെ സുമേഷ് ഏട്ടാ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനേ ഒരു കാര്യം പറയട്ടെ, എനിക്കിവിടെ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ തന്നെ സ്വന്തം വീടായത്, നിങ്ങളെ ഇവിടെ നിൽക്കേണ്ട, പോകേണ്ടത് ഞാനല്ലേ. ഇനി മോളെ, ഞങ്ങൾ തൊട്ടടുത്തുണ്ടാവും, എന്താവശ്യത്തിന് ഓടി വരികയും ചെയ്യാം. അതൊന്നും ശരിയാവില്ല സുമേഷ് ഏട്ടാ, എല്ലാവരും ഇവിടെ വേണം. പിന്നെ നിങ്ങൾ പോയിട്ട് ഞാനും സുധീഷും കൂടെ ഒരുമിച്ച് ജീവിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഇതേപോലെ ഒരു മനുഷ്യൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കുമോ വിശ്വസിച്ച്? ഞാൻ ഇനി സുമേഷ് ഏട്ടനോട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ നിധി ചോദിക്കട്ടോ. അപ്പം തന്നെ അവിടുന്ന് സുധീഷ് ഇങ്ങനെ ആക്കി ചിരിക്കാം. അല്ലെങ്കിൽ എനിക്കറിയാം എന്നെക്കുറിച്ച് ഇവളിങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്നും. അവസാനം സുമേഷിനോട് പറയാം, വേണ്ട, ഞങ്ങളെല്ലാം ആൾക്കാർ പലതും പറയും, ഓരോരുത്തരെയും വാ മൂടിക്കെട്ടാണെന്നും നമുക്ക് പറ്റില്ല, അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല സുമേഷ് ചേട്ടാ, അങ്ങനെയെങ്കിൽ പിന്നെ ജീവിക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നും പറഞ്ഞ് ആ തീരുമാനം അങ്ങ് മാറ്റിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷിനെ പെട്ടെന്നൊരാഗ്രഹം, നീതുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. കാരണം തലേദിവസത്തെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നല്ലോ, വിളിക്കാനാണെങ്കിൽ ഫോണും ഇല്ല. ഇത് നമ്മുടെ സുധീഷിനോട് പറയാം കേട്ടോ. അപ്പോൾ സുധീഷ് പറയാണ്, എടാ ഇപ്പം അവളെ കാണാൻ പോകണമെന്ന് എനിക്കത്ര ആഗ്രഹം അല്ലടാ, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അവൾ ഇന്നലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, അവളോട് സ്നേഹം കൂടിയതുപോലൊരു തോന്നൽ. പ്രേമം വർക്കൗട്ടായി തുടങ്ങിയല്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോയി കണ്ടാലോ? കാണണമെന്നുണ്ട്, ഇനി പ്രശ്നമാവോ? ഒരു പ്രശ്നമാവില്ല, വാടാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാട്ടോ. അങ്ങനെ ഇവർ നേരെ നീതുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ ചെല്ലുമ്പോൾ നീതുവിൻ്റെ അച്ഛൻ വന്ന് കയറുകയാണ്. ആ സമയത്ത് ദൂരെ നിന്ന് ഹരീഷിന് ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ സുധീഷ് പറയാ, പ്രേമിക്കുകയും വേണം, അവനവള പെണ്ണിൻ്റെ അച്ഛനെ പേടിക്കുകയും വേണം, ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് വഴക്ക് പറയാട്ടോ. എങ്ങനെ അവളൊന്ന് പുറത്തിറക്കുക? അപ്പോഴാണ് അതുവഴി പോകുന്ന ഒരു പെങ്കൊച്ചിനെ കാണട്ടോ. സുധീഷിന് ആ കുട്ടിയെ നേരത്തെ അറിയാം. ആ ഒരു പരിചയം വെച്ച് ഇടിച്ച് കയറി ചെന്ന് പരിചയപ്പെടുകയാണ് സുധീഷ്. കുറച്ച് നേരമൊക്കെ നിങ്ങളെ കോളേജിന് ട്രിപ്പ് കൊണ്ടുപോയി ആ വണ്ടിക്ക് ഡ്രൈവറായി വന്നത് ഞാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇടിച്ച് കയറി പരിചയപ്പെട്ടു. അപ്പോൾ ആ കൊച്ചിനെ മനസ്സിലായി സുധീഷ് അല്ലേന്ന്. ഇവിടെ എന്താ? അല്ല, നീതുവിൻ്റെ വീട്ടിലേക്ക് വന്നതാ. അവിടെയോ? അവിടെ എന്താ കാര്യം? വേറൊന്നുമല്ല, അത് എനിക്ക് നീതുവിനെ ഒന്ന് കാണണമായിരുന്നു. ആഹാ, അത് ശരി, അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ?
എനിക്കല്ല കേട്ടോ, എൻ്റെ അനിയനാണ്. അവളുമായിട്ട് ചെറിയൊരു ഇഷ്ടത്തിലാണ്. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളായണ്ടേ കാണാൻ പറ്റുന്നില്ല. എനിക്ക് കുട്ടിയൊരു സഹായം ചെയ്യാവോ? അവിടെ പോയിട്ട് ഒന്ന് ഹരിത വിളിക്കണമെന്നൊരു കൂട്ടുകാരി വന്നൊന്ന് പറയാവോ? ഹരിതയോ? ഹരിത എന്ന് പറഞ്ഞാൽ മതി. പെൺകുട്ടികളാണെങ്കിലല്ലേ അവളെ പുറത്ത് വിടുള്ളൂ. ശരി, നോക്കട്ടെ, ഞാൻ പോയി പറയാം. അങ്ങനെ ആ കൊച്ചിനെ സോപ്പിട്ട് നീതുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം കേട്ടോ. അങ്ങനെ അത് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ നീതുവിൻ്റെ കൂട്ടുകാരിയാണ്. നീതുവിൻ്റെ ഒരു കൂട്ടുകാരി ഹരിതയ്ക്ക് കാണണമെന്നുണ്ട്, അവൾ പുറത്ത് നിൽക്കുകയാണ്, ഒന്ന് ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും എടി നിൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അമ്മ വിളിക്കുകയാണ്. നീതു പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും ഹരിതയോ അതാരാ സംശയം പെട്ടെന്ന് വരികയാണ്. അപ്പോഴാണ് ഒരു കണ്ണണിക്കാട്ടോ ആ കൊച്ച്. അപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. എന്തായാലും പുറത്തേക്ക് അമ്മേ, അതെ എൻ്റെ കൂടെ പഠിച്ച ഹരിത, അവൾക്ക് എന്താ ഇങ്ങോട്ട് വന്നാൽ എന്താ കുഴപ്പം? അല്ല, ഞാൻ അങ്ങോട്ട് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശരി നീ പെട്ടെന്ന് ഇങ്ങ് തിരിച്ച് വന്നേക്കണമെന്നും പറഞ്ഞു വിടുക കേട്ടോ മോളെ. അങ്ങനെ നമ്മുടെ നീതുവിനും പറഞ്ഞു വിടുകയാണ്. നീതുവും ആ പെൺകൊച്ചും കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഹരീഷ് അവിടെ നിൽക്കുന്നത്. കൂടെ സുധീഷും ഉണ്ട്. ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡിൽ വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്